ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് ചെറിയൊരു സ്റ്റോറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് അവർ എന്താ പറയുക, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ജീവിക്കണ ഒരു ഫാമിലി. അതിൽ പല രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വഴക്കുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് നല്ല സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അവരുടെ. അപ്പം അതിൽ ഒരു ദിവസം വൈഫിന് ഇതുപോലെ എന്താ പറയുക, ഒരു ചെറിയൊരു സ്കിൻ ഇൻഫെക്ഷൻ വരും. ഭാര്യയെ കാണാനായിട്ട് ഭയങ്കര മൊഞ്ചായിരുന്നു കേട്ടോ. അതിൽ ഇവരെന്ത് ചെയ്യും, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കാണിക്കും. അതിൽ അന്ന് മുതൽ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ടാവും. അങ്ങനെ വൈഫിന് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഹസ്ബൻഡിന് ഇതുപോലെ ഒരു ജോബ് ട്രാൻസ്ഫർ വരും. അപ്പോൾ ആൾക്ക് ജോലിയുടെ ഭാഗമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെ ആൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാവും. ആ ആക്സിഡൻറ്റിൽ ആളുടെ 2 കണ്ണിൻ്റെയും കാഴ്ച ശക്തി നഷ്ടപ്പെടുകയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിവരം നമ്മുടെ വൈഫ് അറിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. അതിൽ ഇയാൾ തിരിച്ച് നാട്ടിലേക്ക് വരും, വീട്ടിൽ വരും. അതിൽ വൈഫ് പറയും, നിങ്ങൾ വിഷമിക്കണ്ട, കാഴ്ചശക്തി പോയി, എന്നാൽ എന്താണ്, നിങ്ങൾ 2 കണ്ണും പോലെ ഞാനില്ലേ നിങ്ങൾക്ക്, ഞാൻ നിങ്ങളെ നോക്കില്ലേ എന്ന് വൈഫ് പറയും. ഇത് കേൾക്കുമ്പോൾ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് വിഷമമാവും, അതിലുപരി സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഇവർ പിന്നെയും നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വൈഫിന് ഇതുപോലെ തന്നെ ആ ഒരു ഇൻഫെക്ഷൻ ബോഡിയിലേക്കൊക്കെ, അതായത് ഫേസിലും പല പാർട്സിലോട്ടും ഒക്കെ സ്പ്രെഡാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈഫിന് പെട്ടെന്ന് സ്പ്രെഡായിട്ട് ആള് എന്താ പറയുക, ഭയങ്കര അപ്പടി അങ്ങ് ആവശ്യമായും അങ്ങനെ മരിക്കും. അങ്ങനെ ആ ഒരു എന്താ പറയുക, ഹസ്ബൻഡ് അതോടുകൂടി മെൻ്റലി അങ്ങ് ഡൗൺ ആവും. ആൾക്ക് വേറെ ആരും ഇല്ലല്ലോ ഇനി. അങ്ങനെ ഈ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൾ തിരിച്ചു വരുമ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ, നെയ്ബർ വന്നിട്ട് ഹസ്ബൻഡിനോട് ചോദിക്കും, ഇനി എങ്ങനെ ഇനി ജീവിക്കുക, നിന്നെ ഇനി ആരാ നോക്കുക, മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വയ്യാതെ മീൻസ് കാണുന്നില്ലെങ്കിലും നിനക്ക് എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, ഇനി എങ്ങനെയാ കാര്യങ്ങളൊക്കെ, നീ വാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് ഈ നെയ്ബർ ഹസ്ബൻഡിനോട് പറയും. അപ്പോൾ ഈ ഹസ്ബൻഡ് പറയും, അതിന് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പം ഇയാൾ ചോദിക്കും, അപ്പം നിൻ്റെ കണ്ണിനോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല, എനിക്ക് കണ്ണൊക്കെ കാണാം എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യവും തോന്നും, അതുപോലെ തന്നെ എന്തോ ഒരു എന്തിനു പിന്നെ കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിൽ. ആൾ ചോദിക്കും, പിന്നെ എന്തിനാ നീ നിൻ്റെ വൈഫിനോട് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അന്ന് ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഇവളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ മാറ്റി നിർത്തിയിട്ട് പറയുണ്ടായി, ഈ ഒരു അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബോഡി പാർട്സിലോട്ടും സ്പ്രെഡാകും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് അറിയില്ല, വൈഫിന് അറിയില്ല. പിന്നെയാണെങ്കിൽ അവളെ അത്രയും ഭംഗിയോടെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ അവൾക്ക് തന്നെ തോന്നും, എന്നെ ഇത്രയും ഭംഗിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ഇനി എന്നെ കാണുന്നത് ഭയങ്കര മോശമായിട്ടായിരിക്കും. അപ്പോൾ അവൾക്ക് തന്നെ അത് ആലോചിച്ചിട്ട് ഒരു പക്ഷേ ഒരു വിഷമം തോന്നാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആളെ വേദനിക്കില്ലേ, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു കള്ളം പറഞ്ഞത്, അല്ലാതെ എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ആൾക്ക് ശരിക്കും നമുക്ക് കരച്ചിലാവും, നല്ല വിഷമമാവും, ആൾ കരയും. എന്നിട്ട് ആൾ തന്നെ ചിന്തിക്കും, അതായത് ഒരു ഭാഗത്ത് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കാഴ്ചശക്തി പോയിട്ടും എൻ്റെ കണ്ണുപോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ ഞാൻ നിന്നെ നോക്കില്ലേ എന്ന് പറയണ ഒരു വൈഫും, ഹസ്ബൻഡാണെങ്കിൽ ഞാൻ കാരണം എൻ്റെ ഭാര്യ അല്ലെങ്കിൽ വേദനിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവളെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാഴ്ചശക്തി അല്ലെങ്കിൽ ഒരു അന്ധനായിട്ട് ജീവിക്കണ, ഒരു ബ്ലൈൻഡ് ആയിട്ട് ജീവിക്കണ ഒരു ഹസ്ബൻഡും അവളെ വേദനിപ്പിക്കണ്ട എന്നുള്ള ഒരു പേരിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ സ്നേഹം, അല്ലാതെ ഒരു ശരീരത്തിനോട് തോന്നുന്നതോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ ശരിക്കും സ്നേഹം. ആത്മാർത്ഥമായിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ, ഇതാണ് ഒരു പ്യുവർ ലവ് എന്ന് പറയുന്നത്. നമ്മുടെ ഉമ്മമാരൊക്കെ പറയും, അതായത് പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും നമ്മുടെ ഭാര്യ ഭർത്താവൊക്കെ തമ്മിൽ. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യണം, എന്നാൽ മാത്രമേ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നല്ല സോൾവ് ആക്കി നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ ഒരു ജനറേഷനിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം, ചെറുതായിട്ടൊരു പ്രശ്നം അല്ലെങ്കിൽ
ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ നീ ആവണില്ല, അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കണില്ല, അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കണ പോലെ നീ എന്നെ സ്നേഹിക്കണില്ല, നീ എന്നെ കെയർ ചെയ്യണില്ല, ഇങ്ങനെ ചെറിയ ചെറിയ വഴക്കുകളും ഒക്കെ വന്നിട്ട് ലാസ്റ്റ് അതൊരു ഡിവോഴ്സിൻ്റെ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നുണ്ട്. നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അവർക്ക് അവരുടേതായ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ആ ചെറിയ ഇഷ്ടങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവർക്കത് ചെയ്യാനായിട്ടുള്ളൊരു ഫ്രീഡം കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനെയാണ്, നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ആ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരരുത്. നമുക്ക് ഫ്രീഡം കൊടുക്കുക, രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കുക, മാന്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കല്യാണം കഴിച്ച്, അതായത് നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സെയിം ക്യാരക്ടർ ഉള്ളവരാണെന്നില്ല. അവർക്ക് അവരുടേതായ വേറൊരു സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു കൾച്ചറായിരിക്കാം. അതെല്ലാം നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, വിബ്ജിയോർ മഴവില്ലിനെ കണ്ടിട്ടില്ലേ, പല പല കളേഴ്സാണുള്ളത്. അതുകൊണ്ടായിരിക്കാം നമ്മൾ അതിനെ ഇത്രയും ആസ്വദിക്കുന്നത്. നമ്മളെല്ലാവരും വിബ്ജിയോർ കാണുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത്ര ഭംഗി ആ ഒരു ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ കാര്യം. അതായത് എല്ലാവരും ഒരേ സ്വഭാവമുള്ള ആൾക്കാരായി കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് അങ്ങ് ബോറാവും. ഓപ്പോസിറ്റ്, അതായത് പല പല സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരിക്കലും മടുക്കാതെ നല്ല അടിപൊളിയായിട്ട് ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ അവനവൻ്റെ ആ ഒരു എന്താ പറയുക ലൈഫ് അല്ലെങ്കിൽ അവനവൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യുക, അവരെ മാക്സിമം നല്ല കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ വഴക്കുകളൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം സോൾവ് ചെയ്ത് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.